അമേരിക്കയിലെ നട്ടിപ്പറ്റി എന്ന ഏറെ അപകടം നിറഞ്ഞ ഒരു ഗുഹയിൽ പര്യവേക്ഷണത്തിനായി ഇറങ്ങിയതായിരുന്നു ജോൺ എന്ന വ്യക്തി. ഇപ്പോൾ ജോൺ ഗുഹയുടെ 100 അടിയോളം, അതായത് 30 മീറ്ററോളം താഴ്ചയിലാണുള്ളത്. പെട്ടെന്നാണ് ജോണിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ജോൺ ഗുഹയുടെ 70 ഡിഗ്രി കോണിൽ ഒന്നനങ്ങാൻ പോലും കഴിയാതെ കുടുങ്ങിപ്പോകുന്നത്. ജോൺ എത്ര ശ്രമിച്ചിട്ടും ഒരടി മുന്നോട്ടോ പിന്നോട്ടോ അനങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നില്ലേ? എന്നാൽ അതിനുശേഷം നടന്നത് സിനിമയെപ്പോലും വെല്ലുന്ന രംഗങ്ങളായിരുന്നു. നട്ടിപ്പറ്റി എന്ന സാത്താന്റെ ഗുഹയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. 2009 നവംബർ 24 ജോൺ എഡ്വാർഡ് ജോൺസ് എന്ന 26-കാരൻ നട്ടിപ്പറ്റി എന്ന അമേരിക്കയിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ ഗുഹയിൽ പര്യവേക്ഷണം നടത്താനായി പോവുകയായിരുന്നു. ജോണിന്റെ കൂടെ ജോണിന്റെ സഹോദരങ്ങളായ ജോഷും സ്പെൻസറും കൂടെ ഉണ്ടായിരുന്നു. ജോൺ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു. എന്നാൽ ജോണിന്റെ പിതാവ് ഒരു സാഹസികനും വലിയ പർവ്വതങ്ങൾ കീഴടക്കുക, ഗുഹകളിൽ പര്യവേക്ഷണങ്ങൾ നടത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ ആഭിമുഖ്യമുള്ള ആളായിരുന്നു. ജോണിന്റെ 4 വയസ്സ് മുതൽ തന്നെ അദ്ദേഹം തന്റെ ഗുഹാ പര്യവേക്ഷണങ്ങളിൽ അവനെയും കൂട്ടിയിരുന്നു. ജോൺ നട്ടിപ്പറ്റി ഗുഹ സന്ദർശിക്കുന്ന സമയത്ത് എമിലി എന്ന സ്ത്രീയുമായി വിവാഹിതനും 13 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനും, കൂടാതെ എമിലി ആ സമയം 2ാമത് ഗർഭിണി കൂടിയായിരുന്നു. 1960-ലാണ് നട്ടിപ്പറ്റി ഗുഹ ഡെയിൽ ഗ്രീൻ എന്ന വ്യക്തി കണ്ടെത്തുന്നത്. അദ്ദേഹമാണ് ഈ ഗുഹയ്ക്ക് ഈ പേര് നൽകിയത്. പേര് കേൾക്കാൻ നല്ല ഭംഗിയാണെങ്കിലും ഈ ഗുഹ ഏറെ അപകടം നിറഞ്ഞ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ ഗുഹക്കുള്ളിലെ പാത വളരെ ഇടുങ്ങിയതും കഷ്ടിച്ച് ഒരാൾക്കൊക്കെ പോകാൻ മാത്രം വീതിയുള്ളതൊക്കെയായിരുന്നു. അത്രത്തോളം ഇടുങ്ങിയ വഴികളായിരുന്നു ഈ ഗുഹയിലുണ്ടായിരുന്നത്. ഒന്ന് പിഴച്ചാൽ പുറം ലോകം പോലും അറിയാതെ ജീവൻ വരെ നഷ്ടപ്പെടുമെന്നർത്ഥം. പക്ഷേ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരുടെ പ്രിയപ്പെട്ട ഒരു ഗുഹയായിരുന്നു ഇത്. 1999 മുതൽ 2004 വരെയുള്ള കാലയളവിൽ 6ഓളം പേരെയാണ് ഈ ഗുഹക്കുള്ളിൽ വെച്ച് മരണമുഖത്ത് നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം രാത്രി 8 മണി. ജോണും സംഘവും പതിയെ നട്ടിപ്പറ്റി ഗുഹയിലേക്ക് പ്രവേശിക്കാൻ ആരംഭിച്ചു. അവരുടെ കയ്യിൽ ഹെഡ് ലാംപ്സ്, ലൈറ്റ്സ് തുടങ്ങിയവയൊക്കെ ഉണ്ടായിരുന്നു. അവർ തമാശ പറഞ്ഞും കളിച്ചും ചിരിച്ചുമൊക്കെ ഗുഹയുടെ ആഴങ്ങളിലേക്കിറങ്ങി ചെല്ലാൻ ആരംഭിച്ചു. പക്ഷേ അതിനിടെയാണ് ജോൺ കുറച്ചുകൂടി അഡ്വഞ്ചറിനായി ഗുഹയുടെ ബെർത്ത് കനാൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭാഗത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. ഏറെ തിങ്ങി നിറഞ്ഞ ഒരു വഴിയായിരുന്നു ബെർത്ത് കനാലിലേക്കുണ്ടായിരുന്നത്. പക്ഷേ ജോണിനെ പോലെയുള്ള ഒരാൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന വഴിയായിരുന്നു. ഇടുങ്ങിയ ഒരിടം കഴിഞ്ഞാൽ വിശാലമായ സ്ഥലമുള്ള ഭാഗമാണ് ബെർത്ത് കനാൽ. ജോൺ അങ്ങനെ ഒരു ഇടുങ്ങിയ ഭാഗത്തേക്കാണ് കടന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ അത് ബെർത്ത് കനാൽ ആയിരുന്നില്ല. ഗുഹയുടെ മാപ്പ് ചെയ്യാത്ത ഒരു ഭാഗത്തേക്കായിരുന്നു ജോൺ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ജോൺ അത് തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. അതായത് ബെർത്ത് കനാലിലെന്ന് കരുതി ജോൺ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ നാരോ പാസേജിലേക്ക് തന്റെ തല ഇറക്കുകയായിരുന്നു. അത് ഭീകരമായ ഒരു ദുരന്തത്തിലേക്കാണ് നയിച്ചത്. ജോണിന് നിരാശയോടെ 70 ഡിഗ്രി കോണിൽ തല കീഴായി അവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. പര്യവേക്ഷണം ആരംഭിച്ച് 1 മണിക്കൂറോളം എല്ലാം സുഗമമായി നടന്നതിനു ശേഷമാണ് ആ ഭീകര ദുരന്തം സംഭവിച്ചത്. കൈമടക്കി നെഞ്ചിനടിയിൽ വെച്ച് മറ്റ് ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച് ജോൺ വീണ്ടും ഇഴഞ്ഞു മുന്നോട്ട് നീങ്ങി. ഈ ഭാഗം കഴിഞ്ഞാൽ അപ്പുറത്ത് വിശാലമായ ഒരിടമുണ്ട് എന്നതായിരുന്നു ജോണിന്റെ വിശ്വാസം. പക്ഷേ അവിടെ അങ്ങനെയൊരു സ്ഥലമില്ലായിരുന്നു എന്നതാണ് സത്യം. അങ്ങനെ ജോൺ ഇടുങ്ങിയ വഴിയിലൂടെ കൂടുതൽ മുന്നോട്ടു പോകാൻ ശ്രമിക്കുമ്പോൾ ഒടുവിൽ അതിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. താൻ ഒരു വലിയ തെറ്റ് ചെയ്തുവെന്ന് ജോൺ അപ്പോൾ ഏറെ വൈകിയാണ് മനസ്സിലാക്കുന്നത്. ജോണിന് 6 അടി ഉയരവും 70 കിലോ ശരീരഭാരവും ഉണ്ടായിരുന്നു. ജോണിന്റെ ബാല്യകാല ഗുഹാ അനുഭവങ്ങൾക്ക് ഈ അപ്രതീക്ഷിത സാഹചര്യവുമായി മത്സരിക്കാനായില്ല. ജോണിന് മുന്നോട്ട് നീങ്ങാൻ കഠിനമായി പരിശ്രമിക്കേണ്ടി വന്നു. പക്ഷേ അത് ഫലം കണ്ടിരുന്നില്ല. കാരണം ആ സ്ഥലത്തിന് കഷ്ടിച്ച് 10 ഇഞ്ച് വീതിയും 18 ഇഞ്ച് ഉയരവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് സാധാരണയായി
ജോണിന് ശ്വസിക്കാൻ പോലും കഴിയാത്തത്ര ചെറുതായിരുന്നു. അങ്ങനെ ജോൺ 70 ഡിഗ്രി കോണിൽ തലകീഴായി അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഭൂമിയിൽ നിന്ന് 100 അടിയിലധികം താഴ്ചയിൽ അനങ്ങാൻ പോലും സാധിക്കാതെ ജോൺ അങ്ങനെ തലകീഴായി കിടന്നു. ലംബമായ തുരങ്കത്തിൽ തല കുടുങ്ങിക്കിടക്കുന്നതായി ആദ്യം കണ്ടെത്തിയത് ജോണിനെ കാണാതെ പിറകെ വന്ന ജോഷായിരുന്നു. ഇടുങ്ങിയ ഭാഗത്തു നിന്നുള്ള അവന്റെ പാദങ്ങൾ മാത്രമേ അനിയനായ അവന് കാണാൻ കഴിഞ്ഞുള്ളൂ. കാലിൽ പിടിച്ച് ജോഷ് അവനെ പുറത്തെടുക്കാൻ ശ്രമിച്ചു. ജോണിന്റെ കൈകൾ നെഞ്ചിനടിയിൽ അമർന്നിരുന്നതിനാൽ ആ വലി കൂടുതൽ ഗുരുതരമായി ജോണിനെ ഞെരുക്കി. സമയം പാഴാക്കാതെ ജോഷ് പുറത്തേക്കെത്തി രക്ഷാപ്രവർത്തകരെ വിവരമറിയിച്ചു. സഹായിക്കാൻ ആദ്യമെത്തിയ വ്യക്തി സൂസൻ എന്ന ഒരു പ്രാദേശിക റെസ്ക്യൂ വോളണ്ടിയർ ആയിരുന്നു. അപ്പോഴേക്കും ജോൺ ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയിട്ട് 3 മണിക്കൂറിലധികം കഴിഞ്ഞിരുന്നു. സൂസൻ വളരെ വേഗത്തിൽ തന്നെ ജോണിനരികിലെത്തി. അയാളോട് സംസാരിക്കുമ്പോൾ തിരികെ മറുപടി ലഭിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒട്ടേറെ രക്ഷാപ്രവർത്തകർ അവിടെ എത്തി. ഇടുങ്ങിയ ഗുഹയിലെ രക്ഷാപ്രവർത്തനം എത്രത്തോളം ദുർഘടമാണ് എന്നത് പറയേണ്ടതില്ലല്ലോ. പല പല പ്ലാനുകൾ അവർ ചർച്ച ചെയ്തു. ഒടുവിൽ റോപ്പ് ഉപയോഗിച്ച് ജോണിന്റെ കാലുകൾ ബന്ധിച്ച് പുറത്തേക്ക് വലിക്കാം എന്ന തീരുമാനത്തിൽ അവർ എത്തി. അതോടൊപ്പം തന്നെ റെസ്ക്യൂ ടീം സമീപത്തുള്ള പാറ തുറന്ന് നീക്കം ചെയ്യാനും ശ്രമിച്ചു. എന്നാൽ ജോൺ കുടുങ്ങിക്കിടക്കുന്ന രീതി അനുസരിച്ച് ഇതും എളുപ്പമായിരുന്നില്ല. എന്തുതന്നെയായാലും 100 കണക്കിന് രക്ഷാപ്രവർത്തകരുണ്ടായിട്ടും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു അത്. അപ്പോഴേക്കും ജോൺ കുടുങ്ങിയിട്ട് 19 മണിക്കൂർ പിന്നിട്ടിരുന്നു. മാത്രമല്ല തലകീഴായുള്ള കിടപ്പിൽ ജോണിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് കൂടിക്കൂടി വന്നു. അതുമല്ല തലച്ചോറിൽ നിന്ന് തുടർച്ചയായ രക്തപ്രവാഹം പുറത്തേക്ക് തള്ളുന്നതിന് ഹൃദയം ഇരട്ടി പണിപെട്ടു. ഇതിനിടയിൽ എങ്ങനെയോ റെസ്ക്യൂ ടീമിന് ഒരു കേബിൾ റേഡിയോ ജോണിന് സമീപം എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഗുഹയ്ക്കു പുറത്ത് കാത്തിരുന്ന ഭാര്യയുമായി ഇതിലൂടെ ജോൺ സംസാരിച്ചു. അവർ പരസ്പരം ആശ്വാസം പകർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ പുറത്തേക്ക് വലിച്ചെടുക്കുവാനുള്ള പ്രയത്നം വളരെ ഫലപ്രദമായി തുടങ്ങിയിരുന്നു. ജോണിനെ റെസ്ക്യൂ ടീമിന് പുറത്തേക്ക് മെല്ലെ മെല്ലെ വലിച്ചെടുക്കാൻ സാധിച്ചു തുടങ്ങി. എന്നാൽ ജോൺ കഠിനമായ വേദനയിലായിരുന്നതുകൊണ്ട് ചെറിയ ഇടവേളയെടുത്താണ് വലിച്ചിരുന്നത്. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. 4ാമത്തെ വലിയിൽ വലിച്ചുകൊണ്ടിരുന്ന റോപ്പ് ലൂസായി ടീമംഗങ്ങളെല്ലാം മറിഞ്ഞു വീണു. ഏറ്റവും മുൻപിൽ നിന്നിരുന്ന രക്ഷാപ്രവർത്തകന്റെ മുഖം ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അയാൾക്ക് ബോധം വന്നപ്പോൾ ആകെ പൊടിപടലം മാത്രമായിരുന്നു കാണാനുണ്ടായിരുന്നത്. റോപ്പിൽ നിന്നും പിടിവിട്ടതോടെ ജോൺ വീണ്ടും ഇടുക്കിലേക്ക് വീണുപോയി. കൂടാതെ പരിക്കേറ്റ രക്ഷാപ്രവർത്തകന് അവിടെ നിന്നും പിൻവാങ്ങേണ്ടിയും വന്നു. പകരം ടീമിലുണ്ടായിരുന്ന അയാളുടെ അച്ഛൻ അവിടേക്കെത്തി. അദ്ദേഹം എത്തി ജോണിനെ വിളിച്ചു. പക്ഷെ മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നാലെ മെഡിക്കൽ സംഘമെത്തി. നവംബർ 25 അർദ്ധരാത്രിയോടെ ജോണിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ജോൺ ഉള്ളിൽ കുടുങ്ങി 27 മണിക്കൂറുകൾ പൂർത്തിയായിരുന്നു. 137 രക്ഷാപ്രവർത്തകർ, നിരവധി ആരോഗ്യ പ്രവർത്തകർ, സന്നദ്ധമായി നിന്ന ഹെലികോപ്റ്റർ എല്ലാം പുറത്തുണ്ടായിട്ടും 27 മണിക്കൂർ നീണ്ട ആ രക്ഷാപ്രവർത്തനം പരാജയമായി മാറുകയായിരുന്നു. ദുരന്ത വാർത്തകൾക്കിടയിലും രക്ഷാപ്രവർത്തകർ നടത്തിയ മികച്ച ശ്രമങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കുടുംബം നന്ദി പറഞ്ഞു. ജോണിന്റെ ദാരുണമായ മരണത്തിനു ശേഷവും അദ്ദേഹത്തിന്റെ ശരീരം ഗുഹയിൽ നിന്ന് പുറത്തെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിന്റെ കുടുംബവും ബന്ധപ്പെട്ടവരും ജോണിന്റെ ശരീരം നട്ടിപ്പട്ടി ഗുഹയുടെ ഉള്ളിൽ തന്നെ അടക്കുകയായിരുന്നു. ഗുഹയുടെ അത്രയും ഭാഗം കോൺക്രീറ്റ് ഉപയോഗിച്ച് സീൽ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ഭാഗത്തെ എഡ്സ് പുഷ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.